ആടുജീവിതത്തില് വളരെ മനോഹരമായിട്ട് ഇപ്പൊ വായനക്കാരന്റെ മനസ്സിനെ തന്നെ ഇമാജിൻ ചെയ്യാവുന്ന കുറെ കാഴ്ചകളുണ്ട്. ഇത് സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് സംഭവം? അത് സംവിധായകന്റെ ഒരു വെല്ലുവിളിയും ഒരു സാധ്യതയുമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഞാൻ 21ാമത്തെ വയസ്സിൽ ഗൾഫ് മേഖലയിൽ എത്തുകയും 30ാമത്തെ വയസ്സിൽ ആദ്യത്തെ കഥ എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഈ 9 വർഷം ഞാൻ നിശബ്ദനായി വായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെയും ഒരു 8 വർഷത്തിന് ശേഷമാണ് ആടുജീവിതം പോലെയുള്ള ഒരു കൃതി ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഞാൻ സാഹിത്യവുമായി അടുത്ത ബന്ധം ഉണ്ടായതിനു ശേഷം ഒരു 15 വർഷത്തിന് ശേഷമാണ് ആടുജീവിതം പോലെ ഒരു കൃതി ഉണ്ടാകുന്നത്. അപ്പോൾ ആടിക്കാൻ വേണ്ടി പലയിടത്ത് പോവുകയും അത് തിരസ്കരിക്കപ്പെടുകയും പല നോവൽ മത്സരങ്ങളിൽ തിരസ്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ എന്താണ്, റിജക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് എഴുത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എഴുതുന്നതെല്ലാം എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടണമെന്നില്ല. ആക്ച്വലി മലയാളത്തിന്റെ ഒരു പൗലോ കോയിലെയാണ് സാർ എന്ന് പറഞ്ഞ സാർ അംഗീകരിക്കുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അതെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ. പക്ഷേ ഞങ്ങളുടെ ഭാഷ സജീവമാണ്, ചലനാത്മകമാണ്. ബെന്യാമിൻ ഒരു ബ്രാൻഡാണ്, അത് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും വായനയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിൽ തുടർന്നു പോവുകയും ചെയ്യുന്ന ഒരാളാണ്. അത് പിന്നീട് ഏത് തരത്തിൽ സമൂഹം ആഘോഷിക്കുന്നു, കൊണ്ടാടുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അത് അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമാണെന്നുള്ളതാണ്. എൻ്റെ കാഴ്ചയിൽ ഞാൻ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഒരു സാധാരണ മനുഷ്യജീവിയായി ഇവിടെ ജീവിച്ച് പോകുന്ന ഒരു സാധാരണ വായനക്കാരനും എഴുത്തുകാരൻ മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. സമൂഹം അതെങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്നെ അത് ബാധിക്കുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് കൺസേണും അല്ല എന്നുള്ളതാണ്. ബെന്യാമിൻ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടോ? ഇല്ല. ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വായനക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആടുജീവിതം എഴുതിയതിന് ശേഷം സ്ഥിരമായി ആടുജീവിതത്തിൻ്റെ ഫോർമാറ്റിൽ പുസ്തകങ്ങൾ എഴുതുമായിരുന്നു. ആ ഫോർമാറ്റിനെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് മഞ്ഞുവെയിൽ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞ നോവൽ എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ആടുജീവിതത്തിൻ്റെ ഫാൻസായ അതിനെ ഇഷ്ടപ്പെട്ട ധാരാളം ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ആടുജീവിതം പോലെ ഇഷ്ടപ്പെട്ടില്ല, അത് മറ്റൊരു ഫോർമാറ്റിലാണ്, അതിൻ്റെ രീതി വേറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറേ വായനക്കാരെ കിട്ടി. മഞ്ഞുവെയിൽ മരണങ്ങൾ കിട്ടിയപ്പോൾ അടുത്ത നോവലുകൾ വന്നപ്പോൾ ആ രൂപത്തെയും മാറ്റിമറിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്ഥിരമായി രൂപപരിണാമം വരുത്തിക്കൊണ്ടേയിരിക്കുന്ന, ഇപ്പോഴും ടാർഗറ്റ് ലക്ഷ്യമല്ലാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നാണ് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്ഥിരമായി ഒരു തരം ഓഡിയൻസിനെ അല്ലെങ്കിൽ വായനക്കാരെ മാത്രം ലക്ഷ്യം വെക്കാനാണെങ്കിൽ ഞാൻ ഒരേ തരം നോവലുകൾ എഴുതണമായിരുന്നു എന്നാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പുതിയ വായനക്കാരെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്, പുതിയ ഇഷ്ടക്കാരെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബെന്യാമിനെ പോലെ എഴുതാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബെന്യാമിനെ പോലെ എഴുതാൻ ചെയ്യേണ്ടത്, ബെന്യാമിനെ പോലെ വായിക്കുകയും ബെന്യാമിനെ പോലെ ലോകത്തെ കാണാൻ ശ്രമിക്കുകയും നിങ്ങളുടേതായ രീതിയിൽ ഒരു ഭാഷ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് പുതിയ തലമുറയിലെ പല എഴുത്തുകാരുടെയും പ്രശ്നം അവർ നന്നായി വായന ലോകത്തില്ല എന്നുള്ളതാണ്. നമ്മൾ വായന എന്ന് പറയുമ്പോൾ അത് ഫിക്ഷൻ വായിക്കണം, അതേസമയത്ത് ഹിസ്റ്ററി വായിക്കണം, ഫിലോസഫി വായിക്കണം, തിയോളജി വായിക്കണം, അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ള വായന അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ചിന്തകളെ എൻറിച്ച് ചെയ്യുകയും പിന്നീട് നമ്മളൊരു ഫിക്ഷൻ എഴുതുമ്പോൾ, ഒരു കഥ എഴുതുമ്പോൾ അതിലേക്ക് ഈ ആശയങ്ങൾ, ഈ സ്വപ്നങ്ങൾ, അവിടെ നിന്ന് അറിഞ്ഞ അനേകം കാര്യങ്ങൾ ഒരു ലെയർ പോലെ, ഒരു രണ്ടാം ലെയർ പോലെ ഓരോ വാചകത്തിൻ്റെ അടിയിലോ ഘടനയൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് ഒരു നോവൽ മനോഹരമായി തീരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആടുജീവിതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് വായിച്ചു പോകാവുന്ന ഒരു നോവലാണെങ്കിൽ പോലും അതിനകത്ത് ഇത്തരം വിചാരങ്ങളുടെ, ദർശനങ്ങളുടെയൊക്കെ സൂക്ഷ്മമായ അടരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ധാരാളമായി വായിക്കുക, പറഞ്ഞതുപോലെ സമൂഹത്തെ കണ്ണു തുറന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക, എഴുതി തന്നെ എഴുത്തിലേക്ക് മെച്ചപ്പെടുക. എഴുത്തിലേക്ക് വരുന്നതിനും എഴുത്തിൽ മെച്ചപ്പെടുന്നതിനും മറ്റു വഴികളില്ല എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായി എഴുതുക. പുഴയിലിറങ്ങി നീന്തി തന്നെ നീന്തൽ പഠിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ എഴുത്തിലിറങ്ങി എഴുതി നമ്മൾ എഴുത്തിലേക്ക്, പക്ഷെ അതെല്ലാം പബ്ലിഷ് ചെയ്യാനുള്ളതോ പൊതുസമൂഹത്തെ കാണിക്കാനുള്ളതോ അല്ല. പക്ഷെ നിരന്തരമായി അക്ഷരങ്ങളുമായി ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുകൂടി ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ബെന്യാമിനാവാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നോവൽ എഴുതുമ്പോഴേ അതിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ബെന്യാമിൻ? നോവലെഴുത്ത് വളരെ സുദീർഘമായ ഒരു പരിപാടിയാണ്. തുടക്കത്തിൽ ഞാൻ കുറേ
ആ വിഷയവുമായി നമ്മൾക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള വിഷയവുമായി കളക്ട് ചെയ്യാവുന്നത്ര പരമാവധി രേഖകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വ്യക്തികളെ കണ്ട് സംസാരിക്കലാവാം, ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതാക്കാം, പുരാതനമായ രേഖകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാവാം, സഞ്ചാരം നടത്തി കണ്ടെത്തേണ്ടതാണെങ്കിൽ അത് നടത്താം. അങ്ങനെ ഒരു കളക്ഷനാണ് ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു എന്താണ്, കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗോഡൗൺ ആയിട്ട് വേണമെങ്കിൽ അതിനെ സങ്കല്പിക്കാം. അതിനുശേഷം അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളത് പറക്കി എടുത്ത് അടുക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. അപ്പോഴും ചാപ്റ്ററുകൾ ഏതാണെന്നോ എന്താണെന്നോ ഒന്നുമില്ല, പക്ഷേ നമ്മൾ ചില കുറിപ്പുകൾ തയ്യാറാക്കുകയാണ്. ആ കുറിപ്പുകൾ പിന്നെ പതിയെ അതിൻ്റെ മുൻപിലും പിമ്പിലും സാധനങ്ങൾ വന്ന്, മാറ്ററുകൾ വന്ന്, കഥാപാത്രങ്ങൾ വന്ന് പതിയെ അത് അധ്യായങ്ങളായി മാറുകയും ഏറ്റവും ഒടുവിൽ ഈ അധ്യായങ്ങളെ ഏത് ക്രമത്തിൽ ആക്കണമെന്ന് വിചാരിച്ച് അതിന് ഒരു ക്രമം ഉണ്ടാക്കുകയും നമ്മൾ ആഗ്രഹിച്ച തരത്തിലേക്ക് ആ നോവലിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു 5-6 സ്റ്റെപ്പുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് നോവൽ എഴുത്തിനെ തോന്നിയിട്ടുള്ളത്. അത് നമ്മൾ ജീവിക്കുമ്പോഴല്ലേ, ഇപ്പോൾ ഒരു 3 വർഷം 4 വർഷം ഒരു നോവലിനൊപ്പം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ നോവൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴോ, ഒരാളെ കണ്ടുമുട്ടുമ്പോഴോ, ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴോ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഈ നോവലിനോടൊപ്പം സഞ്ചരിക്കുകയും ഇതിൻ്റെ ചാപ്റ്ററുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് എഴുത്തുമേശയിൽ ഇരിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതത്തിലുടനീളം അതിങ്ങനെ നമ്മളോടൊപ്പം സഞ്ചരിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ ആദികൾ, സ്വപ്നങ്ങൾ, വിചാരങ്ങൾ ഒക്കെ നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നുണ്ടല്ലോ, അവർ മാറിപ്പോകുന്നല്ലോ എന്ന് പറയുന്നത് പോലെ ഈ നോവൽ നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന് പിന്നീട് നമ്മൾ എഴുത്തുമുറിയിൽ ചെല്ലുമ്പോൾ നമ്മൾ അതുവരെ കണ്ട സ്വപ്നങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നമ്മൾ പലതരത്തിൽ അടുക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എഴുത്തുമേശയിലല്ല അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാസ ജീവിതം മലയാള കഥകളിലും കവിതകളിലും നോവലുകളിലും ഒക്കെ ആവശ്യത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, പ്രവാസ ജീവിതത്തിന്റെ വളരെ ചെറിയ ഒരു ഏട് മാത്രമേ ഇനിയും രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 1500 മുതൽ ഇന്നോളം ഒരു 500-600 വർഷത്തെ ചരിത്രം നമുക്ക് രേഖപ്പെടുത്താൻ കിടക്കുന്നുണ്ട്. അത് വെറും ചരിത്രമല്ല, മനുഷ്യന്റെ അനുഭവങ്ങൾ, അക്കാലത്ത് പോയത് മുതൽ ഇന്നോളമുള്ള അനുഭവങ്ങളുടെ വൈവിധ്യം. അതിലാകെ ഒരു പക്ഷേ അല്പമെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടത് ഗൾഫ് ജീവിതത്തെക്കുറിച്ച് മാത്രമാണെന്ന് പറയാം. മറ്റെല്ലായിടത്തൊന്നും അവിടെ ഇവിടെയായി. ഇപ്പം തന്നെ ഈ പുതിയ കാലത്ത് എത്രയോ അധികം കുട്ടികൾ അവരുടെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നു. അവർക്കൊക്കെ വ്യത്യസ്തതരം അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത്, അതിനെയെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി കിടക്കുന്നത് വലിയൊരു അക്ഷയ ഖനി തന്നെയാണ് പ്രവാസ ജീവിതത്തെക്കുറിച്ചുള്ള എഴുത്ത് ഇനിയും, അല്ലെങ്കിൽ ഡയസ്പോറ ജീവിതത്തെക്കുറിച്ചുള്ള എഴുത്ത് ഇനിയും മലയാള സാഹിത്യത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ആടുജീവിതത്തില് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ വായനക്കാരന്റെ മനസ്സിനെ തന്നെ ഇമാജിൻ ചെയ്യാവുന്ന കുറെ കാഴ്ചകളുണ്ട്. ഇത് സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സംഭവം? അത് സംവിധായകന്റെ ഒരു വെല്ലുവിളിയും ഒരു സാധ്യതയുമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും കണ്ട സ്വപ്നം, അല്ലെങ്കിൽ എഴുത്തുകാരൻ കണ്ട ഒരു അനുഭൂമിയും സ്വപ്നങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കൃത്യമായി എല്ലാ പ്രേക്ഷകർക്കും സുഖിക്കുന്ന മട്ടിൽ, അല്ലെങ്കിൽ അവരെ അതിശയിപ്പിക്കുന്ന മട്ടിൽ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സംവിധായകന്റെ ഒരു വലിയ വെല്ലുവിളിയാണ്, ഒരു വലിയ സാധ്യതയാണ്. സിനിമ എന്ന് പറയുന്ന മീഡിയത്തിന്റെ ഒരു വലിയ സാധ്യതയാണ്. അതിന്റെ ദൃശ്യപരത ഉപയോഗിച്ചുകൊണ്ട്, സംഗീതം ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ അതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കണ്ട സ്വപ്നത്തിൽ ആയി താരതമ്യം ചെയ്യേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് മറ്റൊരൊന്നായി നമ്മൾ മാത്രം കണക്കാക്കിയാൽ മതി. പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കും കൂടി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതൊരു പ്രഷർ തരുന്നുണ്ടോ? ഏതാണ് കേട്ടില്ല? ഇംഗ്ലീഷിലേക്ക്. അല്ല, അതൊരു പ്രഷറായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ട്രാൻസ്ലേഷൻ വന്നു, കുറെ കൂടെ വൈഡായ മേഖലകളിലേക്ക് ചെന്നു എന്നുള്ളതല്ലാതെ അതിനെ നമ്മളൊരു പ്രഷറായി കാണേണ്ടതാണ്. കാരണം അങ്ങനെ പ്രഷർ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു വായനാ സമൂഹം ഒന്നും നമുക്ക് ഇംഗ്ലീഷിൽ വളർന്നു വന്നിട്ടൊന്നുമില്ല. ശരിയാണ്, JSB പുരസ്കാരം കിട്ടി, അങ്ങനെ കുറെ ഇത് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ പോകുന്നു, അങ്ങനെ കുറെ വായനക്കാരെ കിട്ടി എന്നുള്ളതല്ലാതെ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹമൊന്നും നമുക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചില വാചകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴോ ഒക്കെ ചിലപ്പോൾ നമുക്ക് കുറെ കൂടി ഇന്റർനാഷണൽ വായനക്കാരന് ഗ്രഹിക്കുന്ന മട്ടിലുള്ള ഒരു രചനാശൈലി അറിഞ്ഞോ അറിയാതെയൊക്കെ ചിലപ്പോൾ വന്നു പോകാം എന്നുള്ളതല്ലാതെ പരിഭാഷപ്പെടുത്തും എന്ന ആഗ്രഹത്തോടു കൂടി അല്ല നോവൽ എഴുതുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അത് യാദൃച്ഛികമായി കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അഡീഷണലായി കിട്ടുന്ന ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. ബെന്യാമിന് ആനന്ദം കണ്ടെത്താൻ എന്തൊക്കെയാണ് ചെയ്യുക? ആനന്ദം കണ്ടെത്താൻ പ്രധാന വഴി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വായന തന്നെയാണ്.
വായനയിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തോളം മറ്റൊരു ആനന്ദവും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് നിരന്തരമായി വായിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിത രീതി തന്നെയാണ്. വീണ് കിട്ടുന്ന എല്ലാ നിമിഷങ്ങളിലും എന്താണ് ഞാൻ വായിക്കാൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായിട്ടും ഞാൻ സിനിമയുടെ ആരാധകനാണ്, സിനിമ കാണാൻ പോകാറുണ്ട്. ക്രിക്കറ്റ് കളിയുടെ ആരാധകരാണ്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്. സൗഹൃദങ്ങളുടെ ആരാധകരാണ്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിന് എനിക്കൊരു നിമിഷത്തിൽ പോലും ബോറടി എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. പലരും എന്നോട് ചോദിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കിരുന്നാൽ ബോറടിക്കില്ലേ? അങ്ങനെ ബോറടി എന്ന് പറയുന്ന ഒന്നില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കിതുവരെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. കാരണം ഓരോ നിമിഷങ്ങളിലും ഞാൻ അതിൻ്റെതായ രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആനന്ദം കണ്ടെത്താൻ പല വഴികളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഏകാന്തത അലട്ടുന്നില്ല, ഒട്ടുമേ അലട്ടുന്നില്ല. ഏകാന്തത എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് മാത്രമല്ല, ഏകാന്തതയെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഏകാന്തത എന്ന് പറഞ്ഞാൽ ഞാൻ ഏകാന്തതയിലല്ല എന്നുള്ളതാണ്. ഞാനൊരു പുസ്തകത്തോടൊപ്പം പോകുമ്പോൾ ഞാൻ ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ജീവിക്കുകയും മറ്റൊരു ദേശത്ത് പോയി ജീവിക്കുകയും ആ ജനക്കൂട്ടത്തിനിടയിലായിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകാന്തത എനിക്കൊരു പ്രശ്നമേ അല്ല. ബെന്യാമിന്റെ ആടുജീവിതമായാലും ഇപ്പൊ കെ ആർ മീരയുടെ ആരാച്ചാറായാലും ഇതെല്ലാം കേരളത്തിന് വെളിയിലാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിന് വെളിയിലും മലയാള ജീവിതങ്ങളും മലയാള പരിസരങ്ങളും മലയാളി അറിയേണ്ട ഇടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അത് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നത്, അല്ലാതെ അത് മനഃപൂർവ്വം നമ്മൾ പുറത്തുപോയി പ്രതിഷ്ഠിക്കുകയല്ല. ഇതിന് പുറത്തുള്ള ജീവിതങ്ങളെ കൂടി മലയാള സാഹിത്യം അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ സാഹിത്യത്തെ കൂടുതൽ എൻറിച്ച് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച്, ഇതിൻ്റെ ഉള്ളിടങ്ങളെക്കുറിച്ച് പറയാതെ പുറമിടങ്ങളെക്കുറിച്ച് കൂടി പറയുക, സംസാരിക്കുക, അവിടെ നിന്നുള്ള ജീവിതങ്ങൾ കൂടി കേൾക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഘട്ടത്തിലാണ് അത്തരം നോവലുകൾ ഉണ്ടായത്. അത് വായിക്കാൻ വായനക്കാർ തയ്യാറായിരുന്നു എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മലയാളത്തിന്റെ ഒരു പൗലോക്കോയിലെയാണ് സോറിന്റെ സാർ അംഗീകരിക്കുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അതെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരെന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അത് വിമർശനങ്ങളായാലും പുകഴ്ത്തുകളായാലും ആരാധനയായാലും വെറുപ്പായാലും എല്ലാത്തിനെയും ഞാൻ ഒരേപോലെ നോക്കിക്കാണുന്നുള്ളൂ. കാരണം എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ എഴുതുന്നതിലൂടെ എൻ്റെ ഒരു ആസ്വാദനമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ട്. ആ ആഹ്ലാദം കണ്ടെത്താൻ വേണ്ടിയുള്ള പല വഴികൾ പരീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പുറത്ത് ആൾക്കാർ അതിനെ എങ്ങനെ ആഘോഷിക്കുന്നു എന്നതോ അല്ലെങ്കിൽ എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. എങ്ങനെയാണ് എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നത്? ഞാൻ 21ാമത്തെ വയസ്സിൽ ഗൾഫ് മേഖലയിൽ എത്തുകയും 30ാമത്തെ വയസ്സിൽ ആദ്യത്തെ കഥ എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഈ 9 വർഷം ഞാൻ നിശബ്ദനായി വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിശബ്ദനായി എഴുത്തിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നിശബ്ദനായി അക്ഷരങ്ങളോട് ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നിശബ്ദനായി ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, പുസ്തകാസ്വാദനങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ ചരിവ് പ്രതലത്തിലൂടെ നടന്നാണ് ഞാൻ 1ാം കഥയിലെങ്കിലും എത്തുന്നത് എന്നുള്ളതാണ്. അതിനൊരു 9 വർഷത്തെ അധ്വാനമുണ്ട്. അതിനുശേഷം പിന്നെയും ഒരു 8 വർഷത്തിന് ശേഷമാണ് ആടുജീവിതം പോലെയുള്ള ഒരു കൃതി ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഞാൻ സാഹിത്യവുമായി അടുത്ത ബന്ധം ഉണ്ടായതിനു ശേഷം ഒരു 15 വർഷത്തിന് ശേഷമാണ് ആടുജീവിതം പോലെ ഒരു കൃതി ഉണ്ടാകുന്നത്. അപ്പോൾ ആടുജീവിതം എന്ന കൃതിയിലെത്തുമ്പോൾ മലയാളികൾ എന്നെ കാണുന്നു, മനസ്സിലാക്കുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് സ്വയംഭൂ ആവുകയല്ല ചെയ്തതെന്നുള്ളതാണ്. അത് ഓരോ എഴുത്തുകാരൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിശബ്ദമായ ഇറയുണ്ടാവും. നമ്മൾ തിരസ്കരിക്കപ്പെട്ട, നമ്മൾ എത്രയോ കഥകൾ അയച്ചു കൊടുക്കുകയും അതെല്ലാം തിരിച്ചയക്കപ്പെടുകയും ഒക്കെ ചെയ്യപ്പെട്ട ഇടത്ത് നിന്ന് പിന്നീട് പതിയെ ചുവട് വെച്ച് വന്ന് സാഹിത്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ, ഒരു ദിവസത്തിൽ സംഭവിക്കേണ്ടതോ ഒരു സുപ്രഭാതത്തിൽ വെച്ച് ഉന്നതിയിലെത്തേണ്ടതോ ഒന്നുമല്ല. അത് നമ്മൾ വളരെ ചെറിയ ചുവടുകളോടെ മുന്നോട്ട് പോകേണ്ട ഒന്നാണെന്നാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. കാരണം സാഹിത്യം ഇപ്പോൾ സ്പോർട്സിലോ സിനിമയിലോ ഒക്കെ പറയണമെങ്കിൽ പറയാം, യുവത്വത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഇടത്തിലെത്തണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ 40 വയസ്സുള്ള ഒരു സ്പോർട്സ് താരം എന്ന് പറയുന്നത് റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷെ 40 വയസ്സുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് അയാളുടെ അനുഭവത്തിൻ്റെ ആർജവത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ ഇടത്തിൽ നിൽക്കുന്ന, അതിനുശേഷം എഴുതാൻ കഴിയുന്നു. ഇപ്പം നിക്കോസ് കസൻസാക്കിസിനെ പോലുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ നോവലെഴുത്ത് ആരംഭിക്കുന്നത് 57ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം ലോകം വായിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ കൃതികൾ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 57 വർഷത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് എഴുത്തിലേക്ക് വരിക എന്ന് പറയുന്നത്, അല്ലെ എഴുത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വളരെ സ്ലോ പ്രോസസ്സാണ് എന്ന ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിലൂടെയാണ് വന്നിട്ടുള്ളത്. പുതിയ എഴുത്തുകാരും അങ്ങനെ തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ലൈം ലൈറ്റിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കാനുള്ളതല്ല എഴുത്ത് ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആടുജീവിതം എഴുതി കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പലയിടത്ത് പോവുകയും അത് തിരസ്കരിക്കപ്പെടുകയും പല നോവൽ മത്സരങ്ങളിൽ തിരസ്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ
എന്താണ് റിജക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് എഴുത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എഴുതുന്നതെല്ലാം എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടണമെന്നില്ല. നമ്മൾ ഏറ്റവും മനോഹരമെന്ന് വിചാരിക്കുന്ന, സമൂഹം അംഗീകരിക്കുന്ന സാധനം പോലും ചിലപ്പോൾ പലയിടങ്ങളിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ടാമെന്നുള്ളതാണ്. പക്ഷേ ഒരാൾ റിജക്ട് ചെയ്തു എന്നത് കാരണത്താൽ അത് എല്ലാ കാലത്തേക്കും മോശമാവുന്നില്ല എന്നുള്ളൊരു കാരണമുണ്ട്. അതിനും പല ജീവിതങ്ങളുണ്ട്, പലയിടങ്ങളിൽ പല മനസ്സുകളിൽ അത് പല രീതിയിലാണ് വായിക്കപ്പെടുന്നത്. ആടുജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ മഞ്ഞവയിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, മഞ്ഞവയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആടുജീവിതം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പോൾ ഓരോ കൃതിക്കും ഓരോ തരം വായനക്കാരും ഓരോ തരം ഇഷ്ടങ്ങളും ഉണ്ടെന്നുള്ളതായിരിക്കും. എല്ലാവരാലും എല്ലാം ഇഷ്ടപ്പെടത്തില്ല എന്നും റിജക്ഷൻസ് അവിടെ ഉണ്ടാവും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്.